ഇതേ സമയം തൻ്റെ മുൻപിൽ ചന്ദ്രനെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ കയ്യിലുള്ള അഭിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ടേബിളിലേക്ക് വെച്ചിരുന്നു ഡോക്ടർ. കൂടെ തന്നെ തൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയെടുത്ത് അയാൾ അസ്വസ്ഥതയോടെ ചന്ദ്രുവിനെ ഒന്ന് നോക്കി. സംശയവും സങ്കടവും വേവലാതിയും ടെൻഷനും ശരീരത്തിൽ ഒറ്റ നോട്ടത്തിൽ. കാര്യമായി വലിയ പരിക്കുകളൊന്നുമില്ലെങ്കിലും തലച്ചോറിലേക്ക് പോകുന്ന ഒരു ഞരമ്പിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി അഭിമന്യു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിന് ഒരു 20% കൂടുതൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ഡോക്ടർ. അല്പം ഇടറുന്ന ശബ്ദത്തോടെ ചന്ദ്രു വിളിക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു അയാൾ. ഇതിലെനിക്കൊന്നും പറയാനില്ല മിസ്റ്റർ ചന്ദ്രു. അയാളുടെ തലയിലേറ്റ ക്ഷതം കുറച്ച് വലുതാണ്. ഒന്നുകിൽ അയാൾ പാരലൈസ് ആകും, അല്ലെങ്കിൽ കോമയിലേക്ക് പോകും, ചിലപ്പോൾ മെമ്മറി ലോസ്. ഇതിലേത് വേണമെങ്കിലും നടക്കാം. പ്രാർത്ഥിക്കാമെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ തൻ്റെ തലയ്ക്കാരോ കുടം കൊണ്ടടിച്ച ഫീലായിരുന്നു ചന്ദ്രുവിന്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തോറും അവൻ്റെ മനസ്സ് വിങ്ങുന്നത് പോലെ തോന്നി. എന്നാൽ അഭിയുടെ അവസ്ഥയേക്കാൾ അവനെ വേദനിപ്പിച്ചത് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇരിക്കുന്ന ചിത്രയുടെ ചിത്രമാണ്. കഴിഞ്ഞ 2 ദിവസമായി ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കഴിക്കുമെന്നല്ലാതെ ഒന്ന് സ്വസ്ഥമായി ശ്വാസം പോലും എടുക്കാതെ ആയുസ്സുവിന് മുൻപിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരെ കാണി ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. ഒരാൾക്ക് അത്രയേറെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു പോയി അവൻ. തൻ്റെ വയറിൽ കൈവച്ച് ചേറിലേക്ക് തലവെച്ച് കിടക്കുന്ന ചിത്രയെ കണ്ടുകൊണ്ടാണ് സനയും കിഷോറും അവിടേക്ക് വരുന്നത്. എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്ന ചിത്രയെ കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ സനയ്ക്ക് കഴിഞ്ഞില്ല. ചിത്ര എന്ന് വിളിച്ച അവൾക്കടുത്തേക്ക് പോകുമ്പോൾ അവളുടെ എല്ലാം തകർന്നുള്ള ഇരിപ്പ് കാണാൻ കഴിയാതെ അവളും കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയവൾ തനിക്ക് നേരെ വരുന്ന സനയെ കണ്ടതും അവളുടെ മേലേക്ക് ചാഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തെ കണ്ണുനീർ അവൾക്ക് മുൻപിൽ ഇറക്കി വെക്കുമ്പോൾ മനസ്സിന് ചെറിയൊരാശ്വാസം അവൾക്കും കിട്ടിയിരുന്നു. എന്നാൽ കിഷോർ നേരെ ചെന്ന് നിന്നത് ഐസുവിന് മുൻപിലാണ്. ഇതുവരെ ബോധം വരാതെ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്നവനെ അവൻ അങ്ങേയറ്റം വേദനയോടെ നോക്കി നിന്നു. തളർന്നു കിടക്കുന്ന അഭിയെ കാണാൻ കിഷോറിന് കഴിയുമായിരുന്നില്ല. നിറഞ്ഞു കവിഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞ കിഷോർ കാണുന്നത് സനയുടെ തോളിൽ മുഖമർത്തി കിടക്കുന്ന ചിത്രയെയാണ്. അവളുടെ അടുത്തേക്ക് നടന്നവൻ ചിത്രയ്ക്കുള്ള ജ്യൂസുമായി നടന്നു വരുന്ന ചന്ദ്രുവിനെ കണ്ടതും അവിടെ തന്നെ നിന്നു. പിന്നെ നേരെ നിന്നത് ചന്ദ്രുവിൻ്റെ അടുത്തേക്കാണ്. ഒന്നും ചിന്തിക്കാതെ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. താങ്ക്സ്, ഇത്ര ദിവസം ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഇവിടെ നിന്നതിന്. ഇടറുന്ന വാക്കുകളോടെ കിഷോർ പറഞ്ഞു നിർത്തുമ്പോൾ ഇത്ര ദിവസം തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നിന്നവനോടുള്ള കടപ്പാടും നന്ദിയുമായിരുന്നു ആ വാക്കുകളിലും പ്രവൃത്തിയിലും നിറയെ. എന്നാൽ കിഷോറിനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ. അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയുമോ? എൻ്റെ ഏട്ടനല്ലേ? കിഷോറിനോട് ചേർന്ന് നിന്ന് ആ വാക്കുകൾ പറയുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ചിത്രയെ പിടിച്ചിരുത്തി സന ഭക്ഷണം വാരിക്കൊടുത്തു. ഒന്നും കഴിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇനിയും തൻ്റെ കുഞ്ഞിനെ പട്ടിണിക്കിടാൻ തോന്നാത്തതുകൊണ്ട് അവളും എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി. രാവും പകലും മുഴുവൻ ചന്ദ്രു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാകും. ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി ഫ്രഷായി വരുമെന്നല്ലാതെ അഭിയെ പിരിഞ്ഞു നിൽക്കാൻ അവനും കഴിയുമായിരുന്നില്ല. ഒന്നിലും ശ്രദ്ധിക്കാതെ ഹോസ്പിറ്റൽ അഭിയോട് മാത്രം സമയം ചിലവഴിക്കുന്ന ചന്ദ്രുവിനെ കാണി മഹേശ്വരി അഭിയോടുള്ള വെറുപ്പും ദേഷ്യവും കൂടിക്കൊണ്ടിരുന്നു. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനായി അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോഴും ഒരു കാവലായി ചുറ്റും ചന്ദ്രു ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അവനെ കാവൽ നിൽക്കുക മാത്രമല്ല, രഹസ്യമായ ആക്സിഡൻറ്റിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അഭിമന്യു ദുർഗാദേവി എന്ന വ്യക്തിയേക്കാൾ ഉപരി അവൻ്റെ ഏട്ടനെ അത്രയേറെ ചന്ദ്രു സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സഹോദരൻ ഉണ്ടെന്നറിഞ്ഞ നിമിഷം തൊട്ട് അവൻ്റെ മനസ്സിൽ അഭിയോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ആഴം കൂടുന്നു എന്നല്ലാതെ അതിൽ നിന്നൊരൽപ്പം പോലും കുറഞ്ഞില്ല. അന്ന് അഭിയോടെല്ലാം തട്ടിക്കയറിയത് പോലും സഞ്ജുവിന് മനഃപൂർവ്വം അപകടപ്പെടുത്തിയെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ്. സഹദേവൻ്റെയും മഹേശ്വരിയുടെയും ചുഴിയിൽ അവൻ അകപ്പെട്ടു പോയതുകൊണ്ട് മാത്രം. അതിൽ നിന്ന് അത്രത്തോളം അവൻ ഖേദിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം പകൽ സമയങ്ങളിൽ ആവണിയോ സുമതിയോ ചിത്രയോടൊപ്പം ഉണ്ടാകും. ഒന്നും മിണ്ടാതെ ഐസുവിന് മുൻപിലുള്ള ചെയറിലിരിക്കുന്നവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്തിരിക്കും.
കാരണം അവൾക്കെല്ലാം ആയവനാണ് അകത്ത് കിടക്കുന്നതെന്നും അവനല്ലാതെ ഈ ലോകത്ത് ആ പെണ്ണിന് മറ്റാരുമില്ലെന്നും അവർക്കറിയാം. നീ ഇന്ന് വീട്ടിലേക്ക് പോയിക്കോ ചന്ദ്രു, ഇവിടെ ഞാനുണ്ടല്ലോ. തൻ്റെ മുൻപിലിരിക്കുന്ന ചന്ദ്രുവിനെ നോക്കി കിഷോർ പറഞ്ഞതും വെറുതെ ഒന്ന് അയാളെ നോക്കി അവൻ. വേണ്ട, ഞാൻ നിന്നോളാം. വീട്ടിൽ പോയാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനി ഏട്ടൻ എണീറ്റ് വരാതെ അതെനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. പറയുന്നതിൻ്റെ കൂടെ ചന്ദ്രു തലതാഴ്ത്തി നിന്നു. എന്നാൽ അവൻ്റെ മാനസിക സംഘർഷം മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കൈ പിടിച്ചു കിഷോർ. നീ ഒന്ന് വീട്ടിൽ പോയിട്ട് വാ, നമുക്ക് അഭിയെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അവനെ നോക്കി ഗൗരവത്തിൽ കിഷോർ ചോദിച്ചതും ചന്ദ്രു അവനെ ഒന്ന് നോക്കി. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അതുകൊണ്ട് നീ അവിടെയുള്ളവരെ ഒന്ന് നിരീക്ഷിക്കണം. കിഷോർ അത് പറഞ്ഞപ്പോഴാണ് അഭിയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നത് പോലും. പക്ഷേ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് അവനും തോന്നി. അതുമാത്രമല്ല, മഹേശ്വരിയിലും സഹദേവനിലും അവന് ചെറുതല്ലാത്ത സംശയമുണ്ട്. വൈകിട്ട് വരെ ഹോസ്പിറ്റൽ തന്നെ സമയം ചിലവഴിച്ചതിന് ശേഷമാണ് ചന്ദ്രു വീട്ടിലേക്ക് തിരിച്ചത്. രാത്രി ഏകദേശം 7 മണിക്ക് ശേഷമാണ് ചന്ദ്രു ഈശ്വരമഠത്തിലേക്ക് കയറി ചെല്ലുന്നത്. പടികൾ കയറാൻ തുനിഞ്ഞ അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്ന് നിന്നത് ഉമ്മറപ്പടിയിലിരിക്കുന്ന മഹേശ്വരിയിലേക്കാണ്. എങ്കിലും അവരെ കാണാത്തതുപോലെ പടികൾ കയറി മുൻപോട്ട് നടന്നിരുന്നു അവൻ. എന്നാൽ ഇതേ സമയം തന്നെ മൈൻഡ് പോലും ചെയ്യാതെ മുന്നോട്ട് നടക്കുന്നവനെ കണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവർ. ചന്ദ്രു! ആ വീട് കുലുങ്ങുന്ന ശബ്ദത്തിൽ മഹേശ്വരി അലറുമ്പോൾ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ച് അവിടെ തന്നെ നിന്നിരുന്നു അവൻ. ഇത്ര ദിവസം ഈ വീട്ടിലേക്ക് പോലും വരാതെ നീ എവിടെയായിരുന്നു? ദേഷ്യം കൊണ്ട് വിറച്ച ശബ്ദത്തിൽ അവർ ചോദിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് അവരുടെ കണ്ണിലേക്ക് ദേഷ്യത്തോടെ നോക്കിയവൻ. നിങ്ങളെല്ലാം കൂടെ ഒരാളെ ജീവിതത്തിനും മരണത്തിനും ഇടയിലാക്കി ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങേയറ്റം വെറുപ്പോടെ ചന്ദ്രു ചോദിക്കുമ്പോൾ അവൻ്റെ വാക്കുകളിൽ കടലാസ് പോലെ വിളറി വെളുക്കുന്ന മഹേശ്വരിയെ അവൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്ന പരിഭ്രമവും നെറ്റിയിലും കഴുത്തിലും പൊടിഞ്ഞ വിയർപ്പിലേക്കും അവൻ സംശയത്തോടെ നോക്കി നിന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനോ? എനിക്ക് പതർച്ചയോടെയാണെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന മഹേശ്വരിയെ അവൻ കൈ ഉയർത്തി തടഞ്ഞു നിർത്തി. ഇനിയും അഭിനയിച്ച് കുളാക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ വിഷമാണെന്നറിയാം, പക്ഷേ സ്വന്തം കൊച്ചുമോനെ ഇല്ലാതാക്കാനുള്ള വിഷമുണ്ടെന്ന് അറിഞ്ഞില്ല. അവരെ നോക്കി പുച്ഛവും വെറുപ്പും ദേഷ്യവും കലർത്തി ചന്ദ്രു അലറുമ്പോൾ അതുവരെ പതറി നിന്ന് അവരുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ദേഷ്യം നിറഞ്ഞു. കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി. ആ കണ്ണുകൾ ആരോടൊക്കെയോ ഉള്ള വെറുപ്പും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു. കൊച്ചുമോനോ? ആരുടെ കൊച്ചുമോൻ? അവൻ എൻ്റെ കൊച്ചുമോനല്ല, എൻ്റെ ആരുമല്ല, അവളുടെ മകനാ, ആ ദുർഗയുടെ വിഷവിത്ത്. എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയതും ഈ കുടുംബം തകർത്തതുമെല്ലാം അവളാ. അവളുടെ അതേ പകർപ്പ് അവനും. അതുകൊണ്ട് തന്നെയാ അവനെ കൊല്ലാൻ കൂട്ടുനിന്നത്. പക്ഷേ അവൻ്റെ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അവൻ എണീറ്റ് നടക്കില്ല. ഇവിടെ തുടങ്ങി അവൻ്റെ നാശം. ചന്ദ്രുവിനെ നോക്കി മഹേശ്വരി അലറുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ. എന്നാൽ അവസാന വാക്കുകൾ പറഞ്ഞു നിർത്തിയത് വല്ലാത്ത പകയോടെ, അതിലുപരി ഒരു ആത്മനിർവൃത്തിയോടെ ആയിരുന്നു. അവരുടെ ഉള്ളിൽ അഭിയോടുള്ള സകല വെറുപ്പും സ്വയം അറിയാതെ പുറത്തേക്ക് വരികയായിരുന്നു അപ്പോൾ. എന്നാൽ അവരുടെ ആ വാക്കുകൾ ഞെട്ടി നിൽക്കുകയായിരുന്നു അവൻ. അവൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവരെ തന്നെ നോക്കി നിന്നു. ആ മനസ്സ് നിറയെ അഭിയോടുള്ള വെറുപ്പാണെന്നറിയാം, പക്ഷെ ആ വെറുപ്പിന് ഇത്ര ആഴമുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. ആ കണ്ണുകളിൽ മാത്രമല്ല, ആ മനസ്സും ശരീരവും മുഴുവൻ വിഷമാണെന്ന് തോന്നി ചന്ദ്രുവിന്. എവിടെയോ തൻ്റെ അച്ഛമ്മ ആയിരിക്കരുത് ഇതൊക്കെ ചെയ്തത് എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതൊക്കെ വെറുതെയായി. അവരുടെ ഉള്ളിൽ ഇത്രയൊക്കെ പകയുണ്ടെന്ന് അപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തറഞ്ഞു നിന്നുപോയി ചന്ദ്രു. എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുക. നിങ്ങളൊരു സ്ത്രീയാണോ? സ്വന്തം മകൻ്റെ രക്തമാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക്? വേദനയും ദേഷ്യവും അടക്കാൻ കഴിയാതെ ചന്ദ്രു അവരോടായി ചോദിച്ചു പോയി. പക്ഷേ അപ്പോഴും അവൻ്റെ 2 കണ്ണുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രുവിനെ ഒന്ന് നോക്കി പുച്ഛിച്ച് ചിരിക്കുകയാണ് അവർ ചെയ്തത്. അവരുടെ ഉള്ളിലെ പക ശക്തിയോടെ പുറത്തേക്ക് കുത്തിയൊലിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ ഉള്ളിൽ തടഞ്ഞു നിർത്തിയ അവരുടെ രാക്ഷസ രൂപം അവർ പോലും അറിയാതെ പുറത്തേക്ക് വന്നു. പക, ദുർഗയോടുള്ള പക, അവളുടെ അച്ഛനോടുള്ള പക, അവളുടെ കുടുംബത്തിനോടുള്ള പക. വീറോടെ ചന്ദ്രുവിനെ നോക്കി അലറുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിന്നു അവൻ. എന്നാൽ അപ്പോഴേക്കും അവരുടെ ഓർമ്മകൾ ഒരുപാട് കാലം പിറകിലേക്ക് പോയി.
അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന 20കാരനെ പ്രണയത്തിലൂടെ നോക്കി നിൽക്കുന്ന ഒരു 16കാരിയിലേക്ക്. ദുർഗയുടെ അച്ഛൻ രവിവർമ്മയും ഞാനും തമ്മിൽ പഴയൊരു കണക്കുണ്ട്, ഒരുപാട് വർഷം മുൻപുള്ളത്. ഇഷ്ടമായിരുന്നു എനിക്ക് അയാളെ ഒരുപാട്. പക്ഷേ എൻ്റെ ആത്മാർത്ഥ പ്രണയം മനസ്സിലാക്കാതെ അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. എന്നെ ഇഷ്ടമല്ലെന്നും പകരം മറ്റൊരാളെയാണ് ഇഷ്ടമെന്നും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചതുപോലെയാണെന്നെനിക്ക് തോന്നിയത്. ആദ്യം സങ്കടം, പിന്നെ ദേഷ്യം, ദേഷ്യത്തിൽ നിന്ന് വാശി, വാശിയിൽ നിന്ന് പക. അന്ന് അയാളുടെ വാശിക്ക് തന്നെയാണ് അയാളേക്കാൾ സ്വത്തും സമ്പത്തും സൗന്ദര്യവുമുള്ള നിന്റെ മുത്തശ്ശനെ ഞാൻ വിവാഹം കഴിച്ചത്. അതുപോലെ അയാളും അവളെ തന്നെ വിവാഹം കഴിച്ചു. പക്ഷേ ഓരോ തവണ രവിവർമ്മ അയാളുടെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളിൽ എന്തിനെന്നറിയാതെ അയാളോടുള്ള വെറുപ്പ് നിറഞ്ഞു വന്നു. എപ്പോഴും ബിസിനസ് കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു നിങ്ങളുടെ മുത്തശ്ശനെയും എത്ര തിരക്കിനിടയിലും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമയം കടത്തുന്ന രവിവർമ്മയെയും പലപ്പോഴും ഞാൻ താരതമ്യം ചെയ്തു നോക്കി. അപ്പോഴൊക്കെ നിങ്ങളുടെ മുത്തശ്ശനേക്കാൾ എത്രയോ പടി മേലെയാണ് രവിവർമ്മയുടെ സ്ഥാനമെന്ന വേദനയോടുകൂടി ഞാൻ മനസ്സിലാക്കി. പിന്നീട് എപ്പോഴൊക്കെയോ അയാളുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി തുടങ്ങി. വെറും 5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യം, അതിനിടയിൽ വഴക്കുകളൊഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഇല്ലാതെയായി. പോകെ പോകെ ആ ദാമ്പത്യം പൂർണ്ണ തകർച്ചയിലേക്ക് അടുത്തു. അപ്പോഴേക്കും അയാൾ ഭാര്യയും മക്കളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അയാളുടെ സാമ്പത്തിക സ്ഥിതിയും വർധനവുണ്ടായി. പതിയെ പതിയെ നിങ്ങളുടെ മുത്തച്ഛനേക്കാൾ വലിയ നിലയിലെത്തി. അതേ സമയത്ത് തന്നെയാണ് ഞാൻ വിധവയാകുന്നതും. ബിസിനസ്സിന് നഷ്ടത്തിലായി തകർച്ചയുടെ വക്കിലെത്തിയ ഈ ബിസിനസ് വീണ്ടും കെട്ടിപ്പടുത്തുയർത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുവിധമാണ് ഇതൊക്കെ നേടി നടത്തി കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളു നിറയെ അയാളോടുള്ള വാശിയായിരുന്നു. എന്നേക്കാൾ മുൻപിൽ നിൽക്കുന്ന രവിവർമ്മയും കുടുംബവും. അത് എന്നിലുണ്ടാക്കിയ മാനസിക സംഘർഷം വളരെ വലുതായിരുന്നു. ബിസിനസ് പരമായി ഞാൻ അവരെ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എൻ്റെ ഓരോ ശ്രമങ്ങളെയും വളരെ വിഫലമായി തന്നെ അയാൾ തടുത്തു നിർത്തി. വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴും പകയുടെ കനൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മുൻപിലേക്ക് വന്ന് വീണ തുറുപ്പിച്ചിട്ടായിരുന്നു ദുർഗാദേവി. അയാളുടെ വീടിലെ കുടുംബത്തിൻ്റെ ഐശ്വര്യം, അതിനേക്കാളെല്ലാം ഉപരി രവിവർമ്മയുടെ ജീവൻ. അവളെ വെച്ച് കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അനുഭവിച്ച അതേ വേദന അവളും അറിയണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി എൻ്റെ ശേഖരനെ തന്നെ ഞാൻ മുന്നിൽ നിർത്തി. പക്ഷേ ദൈവം എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും അവനോട് പറയുന്നതിന് മുൻപേ ദുർഗയുമായി അവൻ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു. പിന്നെ ശേഖരൻ പോലും അറിയാതെ അവരുടെ തലയെഴുത്ത് മാറ്റിവെച്ചത് ഞാനാണ്. അവരുടെ 2 പേരുടെയും ഇഷ്ടമറിഞ്ഞുവെങ്കിലും ഒന്നും അറിയാത്ത പോലെ തന്നെ ഞാനും പെരുമാറി. എല്ലാം അറിഞ്ഞിട്ടും പലപ്പോഴും ഞാൻ അവൻ്റെ മനസ്സിലേക്ക് നിന്റെ അമ്മയുടെ കാര്യം എടുത്തിട്ടു. പക്ഷേ അപ്പോഴെല്ലാം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അതേസമയം തന്നെ ഞാനും നിന്റെ അമ്മയിൽ അവനോടുള്ള ആഗ്രഹവും പ്രണയവും വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. കാരണം അച്ഛനില്ലാത്ത അവന് പലപ്പോഴും അച്ഛൻ്റെ സ്ഥാനം നിന്റെ മുത്തശ്ശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിന് അവനെതിരെ പറയില്ല. അദ്ദേഹം പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിച്ച് ശീലം മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് അവനെക്കൊണ്ട് നിന്റെ അമ്മയെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. അവനൊരിക്കലും ഭദ്രയെ കിട്ടരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവൻ്റെ ഇഷ്ടം അറിഞ്ഞതായി ഞാനും ഭാവിച്ചില്ല. കാരണം അവരുടെ പ്രണയത്തെ തകർക്കണമായിരുന്നു. എങ്കിലേ പിന്നീടുള്ള വിരഹവേദന അവളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടൂ. അങ്ങനെ ശേഖരനെ ഓർത്ത് ദുർഗയുടെ ജീവിതം എരിഞ്ഞു തീരണമായിരുന്നു. അതായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷെ ഞാനും പ്രതീക്ഷിക്കാതെ പലതും നടന്നു. ആരെയും അറിയിക്കാതെ അവൻ രഹസ്യമായി ദുർഗയെ വിവാഹം കഴിച്ച് അവളോടൊപ്പം ഒരു ജീവിതം തുടങ്ങി. അതറിഞ്ഞപ്പോൾ വലിയ ഷോക്കാണ് എനിക്കുണ്ടായത്. ഉടനെ ശേഖരനെ ഞാൻ വിളിച്ചു വരുത്തി. നിന്റെ അമ്മയുമായുള്ള വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ അവന് ദുർഗയെ മതിയെന്ന്, അവളെ മറക്കാൻ കഴിയില്ലെന്ന് എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു അവൻ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകൻ എൻ്റെ കൈവിട്ട് പോകുമെന്ന അവസ്ഥയായപ്പോൾ അവൻ്റെ മുൻപിൽ ഒരു ആത്മഹത്യ നാടകം നടത്തി. ദുർഗയെ മടന്ന് നിന്റെ അമ്മയെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാനൊരു നിമിഷം ജീവനോടെ ഉണ്ടാവില്ല എന്ന ഭീഷണിയിൽ അവൻ വീഴുകയും ചെയ്തു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിൽ വിവാഹം ഉറപ്പിച്ചു. അന്ന് മണ്ഡപത്തിൽ കയറി വന്ന ദുർഗയ്ക്ക് പുറകെ പോകാൻ തുനിഞ്ഞ നിന്റെ അച്ഛനെ പോയിസൺ ബോട്ടിൽ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ഞാൻ പിടിച്ചു നിർത്തിയത്. അന്ന് ദുർഗ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഈ വീടിൻ്റെ പടി കടന്നു പോയപ്പോൾ ഞാനും അനുഭവിച്ച സന്തോഷവും സമാധാനവുമെല്ലാം വളരെ വലുതായിരുന്നു.
അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ അമ്മയെയും അച്ഛനെയും ഒരുവിധം ഞാൻ ഒരുമിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം നീയും ആവണിയും കൂടെ ജനിച്ചപ്പോൾ എല്ലാം നേരെയായി അവരൊന്നിച്ചൊരു സന്തോഷ ജീവിതം തുടങ്ങിയെന്ന് കരുതി ഞാൻ. എന്നാൽ വീണ്ടും ആ സതി വീടിൻ്റെ പടി കടന്നു വന്നു, അവളുടെ മകൻ്റെ രൂപത്തിൽ.